ഹായ് മക്കളെ, കഴിഞ്ഞ 4 വർഷമായിട്ട് ഇതുപോലെ ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ ഒത്തിരി ബിഗ്ഗസ്റ്റ് അനൗൺസ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ നടത്തിയതിൽ വെച്ച് ഇനി ഞാൻ നടത്താൻ പോകുന്നതിൽ വെച്ച് ദ ബിഗ്ഗസ്റ്റ് ഓഫ് ഓൾ ദ ബിഗ്ഗസ്റ്റ് അനൗൺസ്മെൻ്റാണ് ഇന്ന് എനിക്ക് ഇവിടെ നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ അത് പറയുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ കഥ ഇതധികം ഞാൻ നീട്ടിവലിക്കില്ല, മാക്സിമം കട്ട് ഷോട്ടാക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ബിഗ്ഗസ്റ്റ് അനൗൺസ്മെൻറ്റിലേക്ക് പോകാം. 2020 വളരെ ആക്സിഡൻ്റലിയാണ് നമ്മൾ എജ്യൂപോർട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഒരു പക്ഷേ ആ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അത് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിലൊക്കെ നമുക്കത് പറയാം. ഓക്കെ, 2020, 2021 അങ്ങനെ ഞങ്ങൾ 2 വർഷം കഴിഞ്ഞു. ആൻഡ് 2021, 22 കാലഘട്ടത്തിൽ ഞങ്ങൾ ഭയങ്കര സ്ട്രഗ്ലിങ് ചെയ്യുന്നു. അന്ന് നമുക്ക് അത്യാവശ്യം കുട്ടികളുടെ സ്ഥലത്തു നിന്നൊക്കെ നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഫിനാൻഷ്യലി എന്തായിരുന്നു, നമുക്ക് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൻഡ് ഇതിപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ആരെങ്കിലും ബിസിനസ്സൊക്കെ നടത്തുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഏതൊരു ബിസിനസ് ആണെങ്കിലും അതിൻ്റെ തുടക്കകാലത്ത് വലിയ പ്രശ്നങ്ങളായിരിക്കും. ആൻഡ് 2021 ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഓരോ മാസം അടുത്ത മാസം സാലറി കൊടുക്കാൻ നമ്മളെ സുഹൈൽ സാർക്കും ബിലാൽ സാർക്കും യാസീൻ സാർക്കൊക്കെ സാലറി കൊടുക്കുക എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഭയങ്കര പ്രശ്നമായി. ഞാൻ ഡിസംബർ മുതൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ സാലറി എടുത്തിട്ടില്ല. പക്ഷേ സ്റ്റാഫിന് എല്ലാവർക്കും എന്താണ് 100% ഒരു ദിവസം പോലും വൈകാതെ 5-ാം തീയതി ഉണ്ട് അവർക്കൊക്കെ സാലറി ക്രെഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡിസംബർ കഴിഞ്ഞു, ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു. അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പുതിയ റവന്യൂസ് ഒന്നും വരുന്നില്ല. ഒരുപാട് യൂട്യൂബ് ക്ലാസ്സസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സ്റ്റേജായിരുന്നു. അപ്പം ഞാനുണ്ട്, എൻ്റെ ഫ്രണ്ട് ഉണ്ട്, എജ്യൂപോർട്ടിൻ്റെ പാർട്ട്നേഴ്സ് ചെയ്യാതെ. അപ്പം ഞങ്ങളിങ്ങനെ ഇനി അടുത്ത വർഷം ആരെടുത്തുനിന്ന് മേടിച്ചിട്ടാണ് നമ്മൾ ഇവർക്ക് അടുത്ത മാസം ആരെടുത്തുനിന്ന് മേടിച്ചിട്ടാണ് സാലറി കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇതേപോലെ ഒരു വൈകുന്നേരമായിരുന്നു. അപ്പം നമ്മളെ സുഹൈൽ സർ വിളിച്ച്, അജാസ്ക നമ്മളെ ലൈവിൽ ആദ്യമായിട്ട് 5000 ആളെത്തി. അന്നത്തെ നമ്മൾ SSLC ലൈവ്, എനിക്ക് ഓർമ്മ ശരിയാണത് നമ്മളെ റിജു സാറ് ലൈവായിരുന്നു. റിജു സാറും അതേപോലെ ബാബു സാറൊന്നും ഇപ്പോൾ എന്താണ് നമ്മളെ കൂടെ ഇല്ലെങ്കിൽ കൂടി അന്ന് ആ ഒരു മൊമെൻറ്റിൽ എജ്യൂപോർട്ട് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് എന്ത് ചെയ്തത്, ഒരു ലൈവിൽ ഞങ്ങൾക്ക് 5000 കുട്ടികളെത്തുന്നത്. ആൻഡ് അന്ന് ആ സമയത്ത് ഇപ്പം നിങ്ങളൊരു മൂവിയിലൊക്കെ കണ്ട ഓർമ്മയില്ലേ, ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ ഇങ്ങനെ ആക്കുന്നത്. അപ്പം ശരിക്കും ഞാൻ ഓൾമോസ്റ്റ് ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു, അതായത് മൂവിന്ന് എനിക്കറിയില്ല കേട്ടോ, സ്റ്റേജിൽ കൂടെ കടന്നു പോയൊരു സമയം. കാരണം 2 മാസം കൂടെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും തിരിച്ച് വരാൻ പറ്റും. ഇവർ SSLC എക്സാം കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ അവർ +1 അഡ്മിഷൻ എടുക്കുന്നുള്ളൊരു പ്രതീക്ഷയിൽ 2 മാസം കൂടെ ഞങ്ങളത് എന്തായാലും മുന്നോട്ട് പോവാം എന്നുള്ള രീതിയിൽ തീരുമാനിച്ചു. ആൻഡ് ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ആൻഡ് അന്ന് 2022 SSLC എഴുതിയ മക്കളിപ്പം +2 എത്തി, +2 കഴിയാറായി. അതായത് നിങ്ങളാണ്. അത് സയൻസിലെയും കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസിലൊക്കെ മുഴുവൻ കുട്ടികളാണ് അന്ന് എന്ത് ചെയ്തത്, ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട്. സോറി, ഞാൻ കുറച്ച് ഇമോഷണലായി പോകുന്നുണ്ട്. പറഞ്ഞ അന്നത്തില്ലടാ, ഇമോഷണൽ ആകുന്നതിൽ കാര്യമില്ല. അത് നമ്മളൊക്കെ എന്താണ് കണ്ടുമുട്ടി പിരിയേണ്ട ആൾക്കാർ തന്നെയാണ്. ഞാനും അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ പിരിഞ്ഞിട്ടുണ്ട്. ആൻഡ് അവസാനമായിട്ട് ഞങ്ങളാക്കിയ നിങ്ങളോട് എന്ത് ആണ് ലാസ്റ്റ് നമുക്ക് തരേണ്ടതെന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്ത് ഞാൻ കുറച്ച് മോട്ടിവേഷണൽ വീഡിയോസൊക്കെ തന്നുകൊണ്ടിരുന്നത്. ഞാൻ ആ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകൾ ഇങ്ങനെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ത്, ഒരുപാട് കുട്ടികൾ ആകെ സങ്കടത്തിലാണ്. അതായത് ഇനി ഒരു തിരിച്ചു പോക്കില്ല, എന്താ പറയുക, എല്ലാം തകർന്ന് തരിപ്പണായിട്ടുണ്ട് സാറേ എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് മക്കൾ, അതായത് സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഇപ്പോൾ +2 പഠിക്കുന്ന അന്ന് ഞങ്ങളാക്കിയ 10ാം ക്ലാസ്സിലെ മക്കൾ ആകെ ടെൻഷനിലാണ് ഉള്ളതെന്ന് എന്താണ് നിങ്ങളുടെ കമൻറ്റിലൂടെയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് അവസാനത്തെ ഒരു ചോദ്യത്തിന് നിങ്ങൾ പല സജഷൻസും ഇങ്ങനെ പറഞ്ഞു. സാറേ ഇതുപോലെ പബ്ലിക് എക്സാം കഴിയുന്നവരെ വീഡിയോസ് ഇടോ, മോട്ടിവേഷൻ അത് മാത്രം മതി എന്ന് പറഞ്ഞ കുട്ടികളുണ്ട്. സാർ ഓരോ ചാപ്റ്ററും ഡീറ്റെയിൽ ക്ലാസ് വേണമെന്ന് പറഞ്ഞ കുട്ടികളുണ്ട്. മോഡൽ എക്സാം എൻ്റെ ആയതും പബ്ലിക് എക്സാം ആവുമ്പോഴേക്കും എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച് കഴിയണ പോലെ ഒരു ലൈവ് ക്ലാസ് വേണം സാർ. അങ്ങനെ പലതും ഉണ്ട്. ചില കുട്ടികളൊക്കെ സാറേ ലൈവ് നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അൾട്ടിമേറ്റ്ലി ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ +2 ആണ്, എക്സാം പാറ്റേണുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, പരീക്ഷയുടെ തലേന്നത്തെ ഇത് മാത്രമേ ചോദിക്കുള്ളൂ എന്നും പറഞ്ഞിട്ടുള്ള ലൈവുകൾ മാത്രം കണ്ടു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും, നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഓൾറെഡി പഠിച്ച് പാഠങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം ആ ലൈവിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഭൂരിഭാഗം കേരളത്തിലെ +2 കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാം. അപ്പം ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു റാപ്പിഡ് റിവിഷൻ ബാച്ച് തുടങ്ങാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും കുറേ ആൾക്കാരെന്ന് ഇത്രയും നല്ല ഇമോഷണലായി നിന്ന് ഒരുപാട് കുട്ടികൾ സാറ് വീണ്ടും ഫീസ് കളക്ട് ചെയ്യാനുള്ള പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക്
100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ബാച്ചിൻ്റെ ഫീസ് പറയുന്നതിന് മുമ്പ് എന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ഒന്നാമത്, ഓരോ ദിവസവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് നിങ്ങൾക്ക് രാവിലെ 6 മണിക്ക് ഒരു മോട്ടിവേഷൻ, നമ്മളെ ഓൾറെഡി എഡ്യൂപോർട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ മോർണിംഗ് വൈബ്സ് എന്നൊക്കെ പറഞ്ഞത് കൊടുക്കാറുണ്ട്. ഇന്നത്തെ ദിവസം അതായത് നിങ്ങൾക്കറിയാം ഈ മോട്ടിവേഷൻ മാക്സിമം ഒരു ദിവസത്തെ ആയുസാണ്. അപ്പം ഓരോ ദിവസവും എന്താണ് ആ ഫയർ ഇങ്ങനെ ഉള്ളിലെ തീ ഇങ്ങനെ കെടാതെ സൂക്ഷിക്കാൻ വേണ്ടി എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് ഞങ്ങളൊരു മോട്ടിവേഷൻ സെഷനോട് കൂടി എന്ത് ചെയ്യും, നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഓരോ ദിവസവും എന്താണ് 4 ഷെഡ്യൂളുകളായി തിരിച്ചിട്ട് നിങ്ങളുടെ എക്സാമിൻ്റെ ടൈം ടേബിളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഷെഡ്യൂൾസ് ഉണ്ടാവും. പാഠങ്ങൾ ഞങ്ങളുടെ അഡാപ്റ്റ് ലെവലിലുള്ള ക്ലാസ്സസ് ആയിട്ട് ഡെയിലി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഞങ്ങൾ ക്ലാസ്സസ് ഷെഡ്യൂൾ തരും. ഈ അഡാപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്ന ഫീസ് കൊണ്ട് മാത്രം കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ റിസർച്ച് ചെയ്തുണ്ടാക്കിയ സിസ്റ്റമാണ്. അതേപോലെ തന്നെ എന്താണ്, ഒരു ദിവസത്തെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് അന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, പഠിച്ചത് അതോടുകൂടി അവസാനിക്കാൻ പാടില്ല, റിവൈസ് ചെയ്യണം. അത് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം, അതായത് പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് അന്നത്തെ റെക്കോർഡഡ് ക്ലാസ്സസിൻ്റെ അഡാപ്റ്റ് ക്ലാസ്സസിൻ്റെ പാർട്ടായിട്ടുള്ള ലൈവ് റിവിഷൻസ് രാത്രി 7 മണി മുതൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞ് ഓരോ എക്സാമിന് മുന്നേയും 2 ദിവസം മുന്നെയെങ്കിലും എന്താണ് നമ്മൾ മുഴുവൻ പാഠങ്ങളും പഠിച്ചു തീർത്തിട്ട് ആ 2 ദിവസത്തെ ഒരു അവസാനത്തെ മാരത്തോൺ ലൈവും കൂടെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ പരീക്ഷ എഴുതും. ഓക്കെ, ഈ ഒരു ബാച്ചിന് നമ്മൾ പറയുന്നതാണ് റാപ്പിഡ് റിവിഷൻ ബാച്ച്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്നെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ റാപ്പിഡ് റിവിഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യലാണ്. ഈ ബാച്ച് നമ്മൾ 22-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് 21-ാം തീയതി, അതായത് ചിലപ്പോൾ ഇന്നോ നാളെ ആയിരിക്കും, നിങ്ങൾ എന്നാ കാണുന്നതനുസരിച്ച് രാത്രി 7 മണിക്ക്, അതായത് ബുധനാഴ്ച രാത്രി 7 മണിക്ക് എന്താണ് ഇതെങ്ങനെ ക്ലാസ്സസ് കാണണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്തു തരും, നമ്മൾ തരുന്നതായിരിക്കും. കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ഒരു ഷെഡ്യൂളാണ്, ബയോ സയൻസുകാർക്ക് വേറെ, കൊമേഴ്സിലെ മാത്സ് കൊമേഴ്സിന് ഒരു ഷെഡ്യൂളാണ്, കമ്പ്യൂട്ടർ കൊമേഴ്സിന് ഒരു ഷെഡ്യൂൾ, ഹ്യൂമാനിറ്റീസുകാർക്കൊക്കെ എന്താണ് വേറെ ഷെഡ്യൂളായിട്ടാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇനി എന്താണ് ആ ക്ലാസ്സിൻ്റെ ഫീസ് എത്രയാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം, ഒന്ന് ഗസ് ചെയ്യാം എത്രയായിരിക്കും എന്നുള്ളത്. അത് എത്രയാണെങ്കിലും ഞങ്ങളത് തീരുമാനിച്ചിരിക്കുന്നത് 99 രൂപയാണ്. ഈ 99 രൂപ ആക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സാർ ഇത് ഫ്രീ ആയി തന്നുകൂടായിരുന്നു എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫ്രീ ആയി തന്നാൽ നിങ്ങൾ പഠിക്കൂല. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഓരോ ക്ലാസ് കാണുന്നതിനനുസരിച്ച് നമുക്ക് എന്നിട്ട് ഒരു സെർവർ കോസ്റ്റ്, വീഡിയോ സ്ട്രീമിംഗ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് നിങ്ങൾ നന്നായി പഠിച്ചാൽ ചിലപ്പോൾ നമ്മൾ പാപ്പരാൻ ചാൻസ് ഉണ്ട്. ആ 2 കണ്ടീഷൻസ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പരമാവധി നിങ്ങളെ പാരൻസിനോട് ബുദ്ധിമുട്ടിക്കാതെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു 99 രൂപ ഒപ്പിച്ചിട്ട് നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. 22-ാം തീയതി മുതൽ ക്ലാസ്സസ് തുടങ്ങും. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്ന ആ നിമിഷം മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് തുടങ്ങണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയാം. ഈ ഒരു വീഡിയോൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫീ അടക്കാനുള്ള ഒരു ലിങ്ക്, പേയ്മെൻറ്റ് റാസർ പേ പേയ്മെൻറ്റ് ലിങ്ക് തരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഫസ്റ്റ് തന്നെ ആ ലിങ്ക് പോയിട്ട് നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. രണ്ടാമതായിട്ട് എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ പ്രത്യേകം ക്ലാസ്സും അതേപോലെ തന്നെ സ്ട്രീം, ബയോ സയൻസ് ആണ് ബയോ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾ ചൂസ് ചെയ്യണം. മാറിപ്പോയി കഴിഞ്ഞാൽ സംഭവിക്കുക എന്താ വെച്ചാൽ, നിങ്ങളെ ബയോ സയൻസിൻ്റെ ഷെഡ്യൂളാണ് കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് കിട്ടുക. അത് നമ്മൾ മാറ്റി തരും. പക്ഷെ എന്താണ്, അതിനുള്ള സമയം നമുക്ക് ഒരുപാട് ചിലപ്പോൾ ഒരു ദിവസം കഴിയും. കാരണം ഒത്തിരി കുട്ടികൾ ഇതിൽ ജോയിൻ ചെയ്യുമെന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് സമയം എടുത്തിട്ട് ആലോചിച്ച് ഫോൺ നമ്പർ, അതേപോലെ തന്നെ ഏത് ഫോൺ നമ്പറിലാണോ നിങ്ങൾ ആപ്പ് രജിസ്റ്റർ ചെയ്യുന്നത് ആ ഫോൺ നമ്പറിൽ തന്നെയായിരിക്കണം നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത്. ആ ഫോൺ നമ്പർ തന്നെയായിരിക്കും ഇവിടെ കൊടുക്കേണ്ടത്. ഫോൺ നമ്പർ കൃത്യമായിരിക്കണം, നെയിം, ഇമെയിൽ ആൻഡ് അതേപോലെ തന്നെ ക്ലാസ്സും സ്ട്രീമും കറക്റ്റ് ആണെങ്കിൽ എന്താണ് ഒരു പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് നടക്കും. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, 99 പേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫേവറേറ്റ് UPI എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ കൊടുത്ത മൊബൈൽ നമ്പർ ഏതാണോ ആ മൊബൈൽ നമ്പറിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്ലാസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതത് ക്ലാസ്സിൽ ഇപ്പം എന്താ പറയുക, +2 സയൻസ് ആണ് നിങ്ങളെങ്കിൽ +2 സയൻസ് റാപ്പിഡ് റിവിഷൻ ബാച്ച്, അല്ലെങ്കിൽ +2 കൊമേഴ്സ് റാപ്പിഡ് റിവിഷൻ ബാച്ച് എന്നുള്ളത് നിങ്ങൾ ക്ലാസ് ചൂസ് ചെയ്യണം. ഇൻ കേസ് ക്ലാസ് ചൂസ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല, നിങ്ങൾ നേരെ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ പ്രൊഫൈൽ പിക്ക് കാണാൻ പറ്റും, പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബാച്ച് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ബാച്ച് മാറ്റുന്നത് ഇത് ക്ലിക്ക് ചെയ്യുക, ഇവിടെ വ്യൂ ഓൾ കൊടുക്കുക. നിങ്ങൾ ഏതാണോ, +2 സയൻസ് ആണോ +2 കൊമേഴ്സ് ആണോ, ഏതാണെങ്കിലും ആ ബാച്ച് സെലക്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരി 22-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ കിട്ടും. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഫെബ്രുവരി
21 രാത്രി 7 മണിക്ക് കിട്ടും. ആൻഡ് ഒരൊറ്റ റിക്വസ്റ്റ് ഉണ്ട്, ഇത് നമ്മൾ ഒരുമിച്ച് തുടങ്ങിയ യാത്രയാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് ഒരിക്കൽ കൂടെ ഞാൻ പറയാണ്, 99 രൂപ മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് തിരിച്ചു തരാൻ പോകുന്നത് നിങ്ങളെ ഭാവിയായിരിക്കും. അതായത് ഇവിടെ എത്തേണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും ഈ ഒരു മാസം ഞങ്ങളുടെ കൂടെ പഠിക്കുന്നതിനനുസരിച്ച്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളെ കമൻറ്റുകൾ കാണാൻ ഞാൻ കാത്തിരിക്കുന്നു.